വെസ്റ്റ് ബംഗാൾ ഇലക്ഷന് ശേഷം സർക്കാർ പണി തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്നായി വരുന്നുണ്ട്. 400 കിലോമീറ്റർ അതിർത്തിയിൽ മുള്ളുവേലി കെട്ടാനുള്ള പദ്ധതികൾ നടക്കുന്നു. ബംഗ്ലാദേശികളെ പിടികൂടാനുള്ള പദ്ധതികൾ നടക്കുന്നു. ഇപ്പോഴിതാ വെസ്റ്റ് ബംഗാളിൽ നിന്നും രാജ്യമെമ്പാടും വലിയ രീതിയിൽ ഭൂമി വാങ്ങിച്ചു കൂട്ടിയ ബംഗ്ലാദേശികളെ തിരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ എന്ന് പറയുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു സംഭവം ഇപ്പോൾ UP-യിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടിൽ യാത്ര ചെയ്തതിനും പശ്ചിമ ബംഗാളിൽ നിയമവിരുദ്ധമായി ഭൂമി രജിസ്റ്റർ ചെയ്തതിന് ഉത്തർപ്രദേശിലെ ബല്ലിയയിലെ ഒരു കോടതി ബംഗ്ലാദേശി പൗരന് 3 വർഷമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ബല്ലിയയിലെ പ്രത്യേക ജഡ്ജി റാം കൃപാൽ ഇന്നലെ അബ്ദുൾ അമീൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 10,000 രൂപ പിഴയും വിധിച്ചു. ATS വാരണാസി യൂണിറ്റിലെ ഇൻസ്പെക്ടർ ഭരത് ഭൂഷൺ തിവാരിയുടെ രേഖാമൂലമുള്ള പരാതിയിൽ ബംഗ്ലാദേശിന്റെ കോക്സ് ബസാറിലെ റോഹിംഗ്യൻ ക്യാമ്പിൽ നിന്നുള്ള അമീനെതിരെ 2023 ബല്ലിയയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായി പ്രോസിക്യൂഷൻ വൃത്തങ്ങൾ അറിയിച്ചു. 2023 IPC-യിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും വിദേശ നിയമപ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബല്ലിയയിൽ നിന്നുള്ള വ്യക്തികളുടെ സഹായത്തോടെ അമീൻ ഇന്ത്യൻ രേഖകൾ നിയമവിരുദ്ധമായി നേടിയതാണെന്നാണ് ആരോപണം. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ പാണ്ഡുവ പ്രദേശത്തുള്ള പുരുഷോത്തംപൂരിൽ അദ്ദേഹം നിയമവിരുദ്ധമായി ഭൂമി രജിസ്റ്റർ ചെയ്യുകയാണെന്ന് അറിയാൻ സാധിക്കുന്നു. വ്യാജമാർഗങ്ങൾ ഉപയോഗിച്ച് പാസ്പോർട്ട് നിർമ്മിച്ച് ബഹ്റിനിലേക്കും സൗദി അറേബ്യയിലേക്കും അയാൾ ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്തു എന്ന ഗുരുതരമായ കുറ്റത്തിന്മേലെയാണ് ഇയാളെ ഇപ്പോൾ കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.